കള്ളത്തരം 200, പിടിച്ചുപറി 250, വോട്ട് കാണിക്കൽ 300. കള്ളത്തരം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഒരുത്തർ ഇവിടുന്ന് മോട്ടിക്കാൻ പോയിക്കാണ്. വൻ വിജയമായിട്ട് തിരിച്ചു വരണേ ഭഗവാനെ. പൊളിച്ച് ആദ്യത്തെ മോഷണം അടിച്ച് പൊളിച്ച്. ഇല്ല, പൊളിഞ്ഞു പോയി. ഒരു ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ ചെന്ന് കയറി കൊടുത്ത ആശാനെ. ദാരിദ്ര്യം പിടിച്ച വീട്? അതേത് വീട്? ഓ, ആ ജംഗ്ഷനിൽ 36 നമ്പർ വീടുണ്ടല്ലോ. എടാ അത് എന്റെ വീടല്ലേ. എടാ മനുഷ്യമായിട്ടുള്ള അവിടെ മോട്ടിക്കാൻ കയറോടാ. ആശാന്റെ വീടായിരുന്ന? നീ അവിടെ നിന്ന് എടുത്തായിരുന്നാടാ? അവിടുന്ന് എടുത്തോന്ന് ചോദിച്ചാൽ ആ സിറ്റൗട്ടി ഒരു കുബേർ കുഞ്ചിയുടെ പ്രതിമ ഇരിപ്പുണ്ട്, നേരത്തെ വീട്ടിൽ കൊണ്ടുവച്ചു. അയ്യോ, കഴുത്തിങ്ങനെ നാട്ടനാണ്. ആ അതന്നെ. അയ്യോ, അത് കുബേർ കുഞ്ചിയുടെ പ്രതിമയല്ല, കഴുത്ത് വയ്യാത്ത എന്റെ അച്ഛനാണ്. നാളെ നീ തിരിച്ചുകൊണ്ട് ആക്കണേടാ. നിനക്ക് മര്യാദക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയാ പോരായിരുന്നാടാ. ആശാനെ, എനിക്ക് ഉറക്കവും ഇല്ല ആശാനെ. ഉറക്കമില്ലെങ്കിൽ എന്റെ അടുത്ത് പറയണ്ടേ? അതിന് എന്റെ വഴിയുണ്ട്. ആ കല്ലിങ്ങട് ഓം പവിത്രം അവനാശം മംഗളം. പിടി. ഈ കല്ലുകൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ ഉറക്കം വരിക. ഇത് കൊണ്ടുപോയി നിന്റെ മൊബൈൽ അടിച്ചോട്ടിച്ച് കളാ. സുഖമായിട്ടിരുന്ന് ഉറങ്ങാൻ നിനക്ക്. രാത്രി 2 മണി വന്നേരം അവൻ മൊബൈലും കണ്ടോണ്ടിരിക്കും. ആശാനെ, അതൊക്കെ ഞാനൊരു പയ്യനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? നീ പയ്യനെ കൊണ്ടുവരുന്ന കൊള്ളാം. അത്യാവശ്യം കറവയുള്ള നിന്നെ കൊണ്ടുവന്നു ഞാൻ പാല് കറന്നെങ്കിലും ജീവിക്കാം. പയ്യല്ല, ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇടാ, നീ പറയണതല്ല, അവനെ കൊണ്ടുവരുന്നില്ലല്ലോ. അവരെ കൊണ്ടുവന്നു. പിന്നെ വിളിച്ച് കേട്ടടാ അവന്. എടാ എക്സൽ ചന്ദ്ര കേറുവാ. എടാ നീ എന്താ താമസിച്ചേ? എടാ ഒരു ചന്ദനം കിടത്തുണ്ടായിരുന്നെന്ന്. എടാ നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം ഉണ്ടാ. എവിടെ ചന്ദ്രൻ? എവിടെ? എടാ ഇത് കടത്തിന്ന് പറഞ്ഞിട്ട്. ഓ, തിരുമേനി അറിയാൻ ഞാൻ കടത്തിക്കൊണ്ട് വന്നതല്ലേ. എടാ പുല്ല ഇത് പിടിച്ചാണ് എക്സസൈസ് കണ്ടാ? ഇല്ല, എന്റെ ഇരിക്കില്ലടാ. വെരി ഗുഡ്. ഇടാ, ഇവൻ ഇവിടെ ആദ്യമായിട്ട് വന്നില്ലേ, എന്നെ അവൻ അറിയത്തില്ലല്ലോ. അപ്പൊ എന്റെ സ്വഭാവം അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ദേഷ്യം വന്ന ഒരു സിംഹം അലറും. പോയി പറഞ്ഞു കൊടുക്കും. ഓക്കെ, കേറ്റി വെക്കണം. എടാ, എന്റെ ആശാൻ എന്ന് പറഞ്ഞ ഒരുപാട് ലോകം കണ്ടൊരു വ്യക്തിയാണ്. ഭയങ്കര പറയടാ, കേട്ടില്ലേ? എടാ ഞങ്ങളുടെ ആശാൻ എന്ന് പറഞ്ഞ ഊക്കത്താണ് ചുണ്ടി. ഭയങ്കര കേട്ടില്ല, ഒന്നുകൂടെ പറയാളിയാ. കേട്ടില്ല. അതായത് ഞങ്ങളുടെ ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര. ഒരു മിനിറ്റ്. ഓ വന്നേ, രണ്ടുപേരും സംസാരിക്കുന്നുണ്ടാ നീ? പറയലയാ, ഞാൻ ഒന്നൊന്ന് പറയേ. അയ്യോ, ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല. ആശാനെ നിർത്ത്. വെള്ളടിച്ചാലേ നിർത്തുള്ളൂ. ഒറ്റ അടിക്ക് ആശാൻ എൽ പി സ്കൂളിൽ പോടാ. ആശാനെ കണ്ണൂർ ആശാനെ ഒരാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ 9 പേരെ വിളിച്ചോണ്ടിരിക്കുന്ന അത് ഒരുപോലെ ഇരിക്കുന്നു. അയ്യോ അതല്ല ആശാൻ, അവ അടിച്ചിട്ട് ആശാന്റെ കണ്ണിന്റെ റേറ്റിനെ കണ്ണൂറ. ഇറങ്ങടാ അവിടെ. അല്ല ആശാൻ ആളറിയാതെ പറ്റിപ്പോയാണ് ആശാൻ. അപ്പൊ ആളറിഞ്ഞെങ്കിൽ നീ കൊന്നേനായിരുന്നല്ലോ. ആശാൻ എന്റെ കൈനീട്ടം എനിക്ക് കിട്ടിയല്ലോ. അതല്ലെന്ന് ദക്ഷിണ പിടി. ദക്ഷിണ എടാ വെറ്റില അടക്കി. ഓക്കെ, ഇത് എന്തിനാടാ ഈ വടക്കം പോകയിലടാ ഞെട്ട്? അയ്യോ, വടക്കം പോകലാണ് ഞെട്ടല്ല, എന്റെ വിരലാണത്. നഖം വെട്ടി വൃത്തിയായിട്ട് നടക്കാൻ ഒരു വിവരമില്ല. ദക്ഷിണ മേടിക്കാം, വരിയേക്ക് നിക്കണം. കാശില്ലേടാ? കാശില്ലേ? കാശ് ഞാൻ പിന്നെ തന്നോളാം. ലോകത്താറ്റി കടം ദക്ഷിണ വാങ്ങിക്കാൻ ഞാനായിരിക്കൂടാ. അനുഗ്രഹിക്കണേ. നന്നായി വരും പറഞ്ഞാണെങ്കിൽ ഞാൻ നിന്റെ കാര്യം വിടുന്നത്. ഒരു കാര്യം, എന്റെ കൂടെ നിന്നെ ഞാൻ കിങ് ആക്കി തരാം. ആശാനെ, എനിക്ക് മിനിറ്റ് പൈസ ഉണ്ടാക്കണം. മിനിറ്റ് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. 30 സെക്കൻഡിനകത്ത് വല്ല വായി നിമിട എന്തെങ്കിലും കിട്ടും. അല്ല മിനിറ്റ് പിടിച്ചോണ്ടിട്ട് ഒരു കാര്യമില്ല. ആശാൻ ഞാൻ ഇന്നൊരു താങ്ങായിരിക്കും. ഞാൻ കുരച്ചിരിക്കണ വാഴയല്ല, നീ താങ്ങുണ്ടാക്കാൻ. ആശ എന്നെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ആശാൻ എന്തും തരും. എനിക്കറിയാലോ, തരുമെന്ന് എനിക്കറിയാം. തന്നോണ്ടിരിക്കുവാണല്ലോ. നീ സത്യം പറഞ്ഞ നീ ഇവിടെ വന്നപ്പോ തൊട്ട് പ്രശ്നം കാണിച്ചോണ്ടിരിക്കണ്. നിനക്ക് എന്നെ പറ്റി അറിഞ്ഞോത്തനുണ്ട്. ഞാൻ അധോലോകം മൊത്തം കറങ്ങി വേണം, അറിയാവോ? അധോലോകം എങ്ങനെ ഇറങ്ങി? പറഞ്ഞു കൂടങ്ങോട്ട് പറയാങ്ങോട്ട്. എടാ, ഞാനും അച്ഛനും മുമ്പേ ഉണ്ടായിരുന്ന സമയത്ത്, അച്ഛനും മുമ്പേ സമയത്ത്, അച്ഛനും മുമ്പേ ഉണ്ടായല്ല, ഞാനും അച്ഛനും ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ബോംബെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോ പിറകിലൊരു ശബ്ദം. അത് ഗ്യാസിന്റെ അതങ്ങ് കളേ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബോംബെ നഗരം അടക്കി ഭരിക്കുന്നത് ചൊക്കലിംഗം. ചൊക്കലിംഗം എന്നോട് വിളിക്കുന്നത്. ചൊക്കലിംഗത്തിന് മക്കളില്ലായിരുന്നു. എങ്ങനെ ഉണ്ടാവും? അവന്റെ പേരങ്ങ് മാറ്റാൻ പറ. അതല്ല, ചൊക്കലിംഗത്തിന് മക്കളില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ കൂടെ കൂട്ടി ഒരു ദിവസം സായാഹ്ന സവാരിക്ക് പോയപ്പോ ഒരു സൈഡിൽ ദാവൂദ് ഇബ്രാഹിം, ഒരു സൈഡിൽ ചോട്ടാ ഷക്കീൽ, രണ്ടുപേരും കൂടെ വെടിപൊട്ടിക്കുന്നു. ദീപാവലി ആയിരുന്നു അവിടെ. അല്ലടാ, ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ അപ്പച്ചീരെ മോക്ക് അവിടെ പടക കട ഉടക്കി. അപ്പൊ അവരതിന്റെ വെടിവെപ്പും കാര്യങ്ങളും എടുത്തിരിക്കരുത്. ഏറ്റവും അടിക്കായിരിക്കും.
അവര് ഗൺ ഫയർ നടത്തുന്നത്. അതിന്റെ ഇടയിൽ വെടിയുണ്ടകളെ നുഴഞ്ഞങ്ങ് കയറി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദാവൂദ്, കോട്ട ഷക്കീൽ, നിർത്ത്, രക്ഷപ്പെട്ടോ, പോ. അങ്ങനെ ദാവൂദ്, കോട്ട ഷക്കീൽ, രക്ഷപ്പെട്ടോ. അങ്ങനെ ഇവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന് ആരോട് പറഞ്ഞു? ദാവൂദ് എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറയണം. അങ്ങനെയാണ് ഞാൻ വന്ന് ഈ സാമ്രാജ്യം ഉണ്ടാക്കിയത്. ഇവിടെ സാമ്രാജ്യം നോക്കടാ. ഓട്ട വീണൊരു ടാർപ്പയും 4 കോട്ട സാരി. എനിക്കിത് സാമ്രാജ്യം തന്നെ. ആയിക്കോട്ടെ, എനിക്കിത് സാമ്രാജ്യം തന്നെ. എന്റെ കുടുംബം നോക്കാൻ എനിക്കറിയാം. എനിക്ക് നിന്നെ വേണ്ട. ഇന്ത്യക്ക് രണ്ടെണ്ണത്തിന് ഈ കള്ളന്മാരെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? കള്ളന്മാരെന്ന് ഒരു കള്ളൻ ആദ്യം വേണ്ടെന്ന് അറിയുമോ? എന്താണ്? വയറിറച്ച് ആഹാരമില്ലേ ആശാനെ? ഈ പറയണത് ഇവിടെ ഒന്നും മിണ്ടാര വാളപ്പ. ആശാൻ പറയട്ട്. ഒരു കള്ളന് വേണ്ടത് ആദ്യം ആറ്റിറ്റ്യൂഡ്, അത് വേണം. പിന്നെ വേറെ കാര്യം, നിന്നെയൊക്കെ രണ്ടും എനിക്ക് പൊറ്റി ഉറപ്പിക്കാൻ വയ്യ. വന്നതും കൊള്ളാം, നിന്നതും കൊള്ളാം. ഇറങ്ങ്. ആശാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് വീട്ടുകാരും ഇല്ല, നാട്ടുകാരും ഇല്ല. അറിയാമോ ആശാന്, ഞാൻ ആത്മഹത്യ നടന്ന ഒരു മനുഷ്യനെ അറിയാമോ? ഞാൻ തൂങ്ങിച്ചാവാൻ നോക്കി, പക്ഷെ നടന്നില്ല. എടുത്തു നോ. ഞാൻ ഞരമ്പ് മുറിക്കാൻ നോക്കി, അതും നടന്നില്ല. പിറമുറിയില്ല ആശാനെ. അവസാനം ഞാൻ ബിസ്ക്കറ്റ് വിഷം ചേർത്തോണ്ട് വന്നപ്പോഴാണ് ആശാ എന്നെ വിളിക്കുന്നത്. ബിസ്ക്കറ്റ് വിഷം ചേർത്തോണ്ട് ആശാനെ വിളിക്കുന്നത്. എന്ത് ഈ ബിസ്ക്കറ്റ് ഒന്നും വിഷം ചേർത്ത് കഴിക്കരുത്. ഇനിയിപ്പോ ആശാൻ എന്നെ വേണ്ട, എനിക്ക് മരിക്കണം. ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം അങ്ങനെയുണ്ട്. ജീവിതം പല വിഷമങ്ങളും വരും, അതിൽ നമ്മൾ വിഷമിക്കരുത്. ഞാൻ മരിക്കുന്നു. എന്റെ ബിസ്ക്കറ്റ് എവിടാ? അയ്യോ, വിഷം ചേർത്ത് എന്റെ ബിസ്ക്കറ്റ് എവിടാ? ബിസ്ക്കറ്റ് എവിടാ? യവനടുത്ത് തത്വം പറഞ്ഞ് അറിയാം. ബിസ്ക്കറ്റ് എടുത്ത് നിന്ന് പോയാ. അയ്യോ, എന്റെ പൊന്നെ എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോടാ. അയ്യോ, ഇതാ പറയുന്നത്. അടി തെറ്റ ആശാനും. അയ്യോ.